1 ലക്ഷം രൂപ മാസവാടക ലഭിക്കുന്ന ഒല്ലൂർ സെന്ററിലെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ വ്യാപാരികളോട് കോർപ്പറേഷന്റെ അവഗണന തുടരുന്നതായി വ്യാപാരികളുടെ പരാതി. ജീർണാവസ്ഥയിലായ കെട്ടിടം തകർച്ചാ ഭീഷണിയിലാണ്. മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്നു വീണു തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും സിമന്റ് കട്ടകൾ തലയിൽ പതിക്കാവുന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ ടെറസ് ഭാഗം മാലിന്യം തള്ളൽ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. മേൽക്കൂരയിലെ തകർന്ന ഷീറ്റ് മാറ്റുവാൻ പോലും കോർപ്പറേഷൻ തുനിഞ്ഞിട്ടില്ല. ഇതുമൂലം മഴ പെയ്ത് വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കെട്ടിടത്തിന്റെ ബലവും ക്ഷയിച്ചു തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും കെട്ടിടം തകരാമെന്ന ആശങ്കയിലാണ് കെട്ടിടത്തിലെ ജീവനക്കാർ. റൂമുകളൊക്കെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, മുകളിലത്തെ ഷീറ്റ് പറന്നു പോയിട്ട് അതിൽ നിന്ന് വെള്ളം ചൂണ്ടി നിറയെ വെള്ളം കെട്ടി നിൽക്കാൻ മേലെ അതിനകത്ത് വേസ്റ്റുകൾ, കണ്ടമാനം വേസ്റ്റുകളുണ്ട്. അതുകൂടാതെ ഓരോ കടക്കാർ അതിൻ്റെ മുകളിൽ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് തീയിട്ടിട്ട് മേലുള്ള കെട്ടിടത്തിൻ്റെ മേൽക്കൂര പറന്നു പോവുകയും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കോർപ്പറേഷൻകാർ ഇതേവരെ പരാതി കൊടുത്തിട്ട് പോലും അന്വേഷിക്കാനോ അതിനൊരു മേൽ നടപടി എടുക്കാനോ ഇതേവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കെട്ടിടത്തിലെ 20 സ്ഥാപനങ്ങളിലായി 40 ജീവനക്കാരാണുള്ളത്. അതിൽ 20 പേരും സ്ത്രീകളാണ്. കെട്ടിടം വ്യാപാരികൾക്ക് തുറന്നുകൊടുത്തിട്ട് 24 വർഷം കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് ശേഷം ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. പെയിന്റിംഗ് നടത്താൻ പോലും കോർപ്പറേഷൻ തുനിഞ്ഞിട്ടുമില്ല. വാടക കുടിശ്ശികയുള്ളവർക്ക് നോട്ടീസ് നൽകാൻ മാത്രമാണ് അധികൃതർ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാറുള്ളതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കെട്ടിടത്തിൻ്റെ മെയിൻ്റനൻസ് തീർക്കാനോ അല്ലെങ്കിൽ അവർക്കുള്ളൊരു ക്ഷേമ പ്രവർത്തനത്തിനോ അറ്റ് ലാസ്റ്റ് ബാത്റൂം പോലും ഒന്ന് ക്ലീൻ ചെയ്യാനോ ഇതിനൊന്നും യാതൊരു സാഹചര്യമില്ല. അതിനുശേഷം പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ ഒന്നും നടത്തിയിട്ടില്ല. ഇപ്പം എല്ലാ നിലയ്ക്കും ഞങ്ങൾക്ക് ഒരു അവഗണന മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.